എൻ്റെ പേര് ഗോപിക ഗോപൻ. ഞാൻ എഡ്യൂകോസിലെ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പം കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസം നടന്ന പരീക്ഷകളിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ 2 ബാങ്കിൽ ഫസ്റ്റ് പൊസിഷനും അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാമിന് 1 ബാങ്കിൽ സെക്കൻഡ് റാങ്കും എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പം ഈ ഒരു വിജയത്തിലേക്ക് എന്നെ നയിച്ചത് എഡ്യൂകോസും ഇവിടുത്തെ അധ്യാപകരും നമ്മുടെ ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും നോട്ട്സും ഒക്കെയാണ്. അപ്പം ആ ഒരു വിജയത്തിലേക്ക് എന്നെ നയിച്ചതിൽ ഏറ്റവും സുപ്രധാനമായി പങ്കുവഹിച്ചത് ഈ പുസ്തകങ്ങളാണ്. അപ്പം ഈ ഒരു എഡ്യൂകോസ് എന്ന സ്ഥാപനത്തോട് ഞാൻ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നു എനിക്ക് ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചതിന്. അപ്പം ഞാൻ പഠിക്കുന്ന സമയങ്ങളിൽ ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ എഡ്യൂകോസ് ആപ്പിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളാണ്. റെക്കോർഡ് ക്ലാസ്സുകൾ കേൾക്കുകയും അതിൻ്റെ ഓരോ സബ്ജക്റ്റിൻ്റെയും പ്രത്യേകം നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു ഞാൻ ചെയ്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും സുവർണ്ണ അവസരം എന്ന് പറയുന്നത് നമ്മുടെ 7 വോളിയം ടെക്സ്റ്റ് ബുക്കുകളാണ്. 3000-ലധികം പേജുകളുള്ള 7 വോളിയം ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾക്ക് ഏറ്റവും ഇപ്പോൾ ലഭിക്കുന്ന ഒരു സുവർണ്ണ അവസരം എന്ന് പറയുന്നത്. കാരണം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കും. ജോലിക്ക് പോകുന്നവർ കാണും, പിന്നെ വീട്ടിൽ കുട്ടികളുള്ളവർ കാണും. അപ്പം നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ കേട്ട് നോട്ട് എഴുതി സമയം കളയാൻ ഇല്ലാത്തവർക്ക് വേണ്ടി ഏറ്റവും ഒരു സുവർണ്ണ അവസരമാണ് എഡ്യൂകോസിലൂടെ ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ 3000-ലധികം പേജുകളുള്ള 7 ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ കൃത്യമായും പഠിക്കുകയാണെങ്കിൽ സിലബസ് അനുസരിച്ച് ഉറപ്പായും നിങ്ങൾക്ക് അടുത്ത റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളുടെ പേരും അതിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു ഏരിയ എക്സാമിന് GK ആണ്. GKയും കറണ്ട് അഫയേഴ്സുമാണ്. അപ്പോൾ ഈ GKയുടെയും കറണ്ട് അഫയേഴ്സിൻ്റെയും ടെക്സ്റ്റ് ബുക്കുകൾ വോളിയം നമ്പർ 5 GKയും വോളിയം നമ്പർ 6 എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെയും ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ഈ 2 ടെക്സ്റ്റ് ബുക്കുകളും നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും ഈ 2 ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്നത്. അപ്പം വോളിയം നമ്പർ 5 GKയുടെ ടെക്സ്റ്റ് ബുക്കാണ് വരുന്നത്. ഈ GKയിലാണെങ്കിൽ 15 സബ്ജക്റ്റുകൾ, നമുക്ക് മൊത്തം 15 ടോപ്പിക്കാണുള്ളത്. അതിൽ 14 ടോപ്പിക്കുകൾ GKയും 15ാമത്തേത് കറണ്ട് അഫയേഴ്സുമാണ്. അപ്പോൾ ഈ 2 ടെക്സ്റ്റ് ബുക്കുകൾ വോളിയം നമ്പർ 5ഉം വോളിയം നമ്പർ 6ഉം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ ഏറ്റവും നിങ്ങളെ സഹായിക്കുന്ന 2 ടെക്സ്റ്റ് ബുക്കുകളായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം നമ്മൾ പഠിക്കാതെ പോകുന്ന ഒരു വിഷയമാണ്. നമ്മൾ സബ്ജക്റ്റുകൾ പഠിച്ചിട്ട് പോകും, GKയും കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കില്ല. കാരണം ടെക്സ്റ്റ് ബുക്കിൻ്റെ അവൈലബിലിറ്റി കുറവ് മൂലമാകാം, താല്പര്യം മൂലമാകാം. പക്ഷേ ഈ 2 ടെക്സ്റ്റ് ബുക്കുകളും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് 10 മാർക്കിൽ 9 മാർക്കും ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ 2 ടെക്സ്റ്റ് ബുക്കുകളായിരിക്കും എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ ഇത് ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. കാരണം നമ്മൾ വേറൊരു ബുക്കിനെ ഡിപ്പെൻഡൻ്റ് ആവശ്യമില്ല. സിലബസ് അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ 2 ടെക്സ്റ്റ് ബുക്കിലും അവൈലബിൾ ആണ്. കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ഒരു 8-9 മന്ത്സിലെ ഫുൾ കറണ്ട് അഫയേഴ്സും ഈ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഒരു ബേസിലാണ് നമ്മൾ ഈ 2 ടെക്സ്റ്റ് ബുക്കുകളും തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സഹായിക്കുന്ന 2 ടെക്സ്റ്റ് ബുക്കുകളായിരിക്കും വോളിയം നമ്പർ 5ഉം 6ഉം. പിന്നെ മറ്റൊരു കാര്യം പറയേണ്ടത് വോളിയം നമ്പർ 7ൻ്റെ കാര്യമാണ് പറയേണ്ടത്. നമ്മൾ സിലബസ് മുഴുവനും പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എക്സാമിന് എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തിച്ചേരേണ്ടത് നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ സിലബസ് കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു ഐഡിയ കാണും എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നതെന്നും എങ്ങനെയാണ് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതെന്നും. അപ്പോൾ നമ്മളുടെ വോളിയം 6 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ പഠിച്ചതിന് ശേഷം ഈ 7ാമത്തെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 7ാമത്തെ ബുക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏകദേശം 2000-ലധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്കാണ് വോളിയം നമ്പർ 7 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സിലബസ് അനുസരിച്ച് 6 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ പഠിച്ച് 7ാമത്തെ ബുക്കിലെ ക്വസ്റ്റ്യൻസ് മുഴുവനും പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളൊരു എക്സാമിന് അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് വാക്ക് തരാൻ സാധിക്കും അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ നമ്പറും ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ബുക്കുകൾ സഹായിക്കുന്നത് ആയിരിക്കും. നമ്മൾ ഏതൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴും നമുക്ക് ആദ്യം ഒരു ഐഡിയ നമ്മുടെ സിലബസിനെ കുറിച്ച് ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു സിലബസ് CSEB തന്നിട്ടുണ്ട്. അപ്പോൾ ആ സിലബസ് എന്താണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതനുസരിച്ച് വേണം നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. നമ്മൾ സിലബസ് ഫുൾ കവർ ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാൻ ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂകോസിൻ്റെ 1, 2, 3 and 4 വോളിയം ടെക്സ്റ്റ് ബുക്കുകളാണ് നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമെന്ന് പറയുന്നത്. അപ്പം ഈ 1, 2, 3, 4 വോളിയം ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും അതിൻ്റെ നോട്ട്സുകളും അവൈലബിൾ ആണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ നമ്മൾ എല്ലാ എക്സാമിനും പഠിച്ചുകൊണ്ട് പോകുന്ന കുറച്ച് കാര്യങ്ങൾ കാണും, അല്ലെങ്കിൽ നമുക്കറിയാവുന്നതും നമ്മൾ എപ്പോഴും അത് വീണ്ടും പഠിക്കാൻ ശ്രമിക്കും. അതേസമയം നമ്മൾ സിലബസിൽ കുറച്ച് ഒഴിവാക്കുന്ന ടോപ്പിക്കുകൾ കാണും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്രോഡ് ട്രയാങ്കിൾ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമാണെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എപ്പോഴും പഠിക്കും. കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇതൊന്നും നമ്മൾ അത്ര പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്ന ഏരിയ അല്ല. പക്ഷേ നമ്മുടെ ഈ 4th വോളിയം ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പം പറഞ്ഞ ടോപ്പിക്കുകൾ ഫ്രോഡ് ട്രയാങ്കിൾ, അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്, ഇതുപോലെയുള്ള ഏരിയാസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വോളിയമാണ് നമ്മുടെ 4th വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്
നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ റെക്കോർഡ് ക്ലാസ്സുകളും എങ്ങനെയാണ് നമുക്ക് അവൈലബിൾ ആകുന്നത് എന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ടും. നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ പാത്ത് എങ്ങനെയാണ് നമുക്ക് ആ വീഡിയോയിലേക്ക് എത്തിച്ചേരാനുള്ള പാത്ത് എന്താണെന്നുള്ളത് ഓരോ നോട്ടിൻ്റെയും തൊട്ട് മുകളിൽ തന്നെ അതിനുള്ള ആ പാത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം വീഡിയോ ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, CACB ന്യൂ ബാച്ച്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ക്ലാസ് കിട്ടുന്ന ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ലോ പഠിക്കുന്ന ഒരാൾ, ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ച് നമുക്ക് വായിച്ച് നമുക്ക് ടെക്സ്റ്റിലെ ലോയുടെ ലാംഗ്വേജ് മനസ്സിലാകണം എന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ ആരും ചിലപ്പോൾ അടുത്തുണ്ടാകണം എന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ലോയുടെ ഒരു ഏരിയ നമ്മൾ എടുക്കുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. പഠിക്കാൻ എടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് ഏത് പാത്തിലൂടെ പോയാൽ നമുക്ക് ആ ക്ലാസ് അവൈലബിൾ ആകും എന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പാത്തിലൂടെ ഇപ്പം വീഡിയോ ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, CACB ന്യൂ ബാച്ച് അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് അത് ഏത് ഫോൾഡറിലാണ് ആ ക്ലാസ് എന്ന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ എത്തിച്ചേരുവാണെങ്കിൽ നമുക്ക് നോട്ട്ബുക്ക് വായിക്കുകയും ചെയ്യാം, സാറിൻ്റെ ക്ലാസ് കേൾക്കുകയും ചെയ്യാം. നമുക്ക് സംശയം വരുന്ന കാര്യങ്ങൾ നോട്ട്ബുക്കിൽ സമയം നമുക്ക് എഴുതി വെക്കാനും സാധിക്കും. അപ്പോൾ ലോയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണമെന്നില്ല, നോട്ട് എഴുതി സമയം കളയണമെന്ന് ഇല്ല. അപ്പോൾ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ലോ പോലെയുള്ള സബ്ജക്റ്റുകൾ പഠിക്കാൻ കുട്ടികൾക്ക് പൊതുവേ പാടാണ്. നമ്മൾ ഉപേക്ഷിച്ച് പോകുന്ന ഒരു ഏരിയയാണ് കോപ്പറേറ്റീവ് ലോ എന്ന് പറയുന്നത്. അപ്പം കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കും റെക്കോർഡ് ക്ലാസ് നമുക്ക് ഒരുപോലെ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ലോ പഠിക്കാം. നമുക്ക് ലോയ്ക്ക് ഒരു 15 മാർക്ക് നമുക്ക് ഒരു കാരണവശാൽ നഷ്ടപ്പെടുത്താതെ പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കോപ്പറേറ്റീവ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള പാടായിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇങ്ങനെയുള്ള ടെക്സ്റ്റ് ബുക്കുകളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളും ആയിരിക്കും. അപ്പോൾ നമ്മുടെ പൂർണ്ണമായി സിലബസ് പ്രകാരമുള്ള ബാങ്കിങ്, കോർപ്പറേഷൻ, കോപ്പറേറ്റീവ് ലോ, ഇംഗ്ലീഷ്, റീസണിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് സിലബസ് അനുസരിച്ചുള്ള ഒരു നോട്ട്ബുക്കാണ് നമ്മുടെ ഫസ്റ്റ് ടു 4 വോളിയം എന്ന് പറയുന്നത്. 1, 2, 3, 4 വോളിയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5ലും 6ലും വരുന്നത് GKയും കറണ്ട് അഫയേഴ്സുമാണ്. പിന്നെ നമ്മുടെ 7ാമത്തെ ബുക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു റാങ്ക് മേക്കിംഗ് ഫാക്ടറായ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ 6 ടെക്സ്റ്റ് ബുക്കും വോളിയവും കൃത്യമായി പഠിച്ച് സിലബസ് അനുസരിച്ച് പഠിച്ചു പോകുന്ന ഒരാൾക്ക് 7ാമത്തെ ടെക്സ്റ്റ് ബുക്കായ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റിലേക്ക് ഉറപ്പായും എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്നു. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇച്ചിരി ടഫായിട്ടുള്ള ഏരിയാസ്, അതായത് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ ഫ്രോഡ് ട്രയാങ്കിൾ, ഇതുപോലെയുള്ള ഏരിയാസ് നമുക്ക് നോട്ടും അവൈലബിൾ ആയിരിക്കില്ല. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി നോട്ടാണ് ഫസ്റ്റ് ടു 4 വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായി നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങിയ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനിപ്പം 1.5 വർഷം സമയം എടുത്താണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ തുടക്ക സമയത്ത് എല്ലാ ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സുകൾ കേട്ട് നോട്ട് തയ്യാറാക്കുകയായിരുന്നു. നിങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ആവശ്യം, അങ്ങനെ ഒരു ടൈം നിങ്ങൾക്ക് അവിടെ വേസ്റ്റ് ആകുന്നില്ല. നിങ്ങൾക്ക് എന്തുണ്ട്, ആ റെക്കോർഡ് ക്ലാസ്സിൻ്റെ എല്ലാം എന്തുണ്ട്, ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ് അല്ലേ. 1 to 7 വോളിയം ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ 7 ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഉറപ്പായിട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും, റാങ്കിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ 7 വോളിയം ടെക്സ്റ്റ് ബുക്കും പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഈ അവസരത്തിൽ എഡ്യൂക്കോസ് നിങ്ങൾക്കായി തരുന്ന ഏറ്റവും വലിയൊരു സുവർണ്ണ അവസരമെന്ന് പറയുന്നത് 3000-ലധികം പേജുകളുള്ള 7 വോളിയം ടെക്സ്റ്റ് ബുക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആപ്പും 3 മാസത്തെ കോഴ്സും സൗജന്യമായി ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ആപ്പിലൂടെ റെക്കോർഡ് ക്ലാസ്സുകൾ, സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഒരേ സമയം ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ 3 മാസം കൊണ്ട് എക്സാമിന് തയ്യാറെടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സുവർണ്ണ അവസരമാണ്. ടെക്സ്റ്റ് ബുക്കും റെക്കോർഡ് ക്ലാസ്സുകളും പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും എല്ലാം നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു സുവർണ്ണ അവസരം പ്രയോജനപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഉറപ്പായും റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും, ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ. അപ്പം നമ്മളെ സംബന്ധിച്ച് 1 വർഷം എടുത്തെങ്കിൽ നിങ്ങൾക്ക് 6 മാസം കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ചേരാനുള്ള സുവർണ്ണ അവസരമാണ് എഡ്യൂക്കോസിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാത്രം പർച്ചേസ് ചെയ്യേണ്ട കുട്ടികൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം. അതേസമയം 3 മാസം മുതൽ 1 വർഷം വരെയുള്ള പാക്കേജുകൾ നമുക്ക് അവൈലബിൾ ആണ്. ആ പാക്കേജ് പർച്ചേസ് ചെയ്യുന്ന കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു സുവർണ്ണ അവസരം പ്രയോജനപ്പെടുത്തുന്നതിനായി നമ്മുടെ 7 വോളിയം ടെക്സ്റ്റ് ബുക്ക് പർച്ചേസ് ചെയ്യുന്ന കുട്ടികൾക്ക് 3 മാസത്തെ ക്ലാസ്സുകൾ സൗജന്യമായി ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ 3 മാസം മുതൽ 1 വർഷം വരെയുള്ള കോഴ്സുകൾ പർച്ചേസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഈ 7 വോളിയം ടെക്സ്റ്റ് ബുക്കുകളും സൗജന്യമായി ലഭിക്കുന്നതാണ്. അപ്പം ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഈ ഒരു പ്രയോജനം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തി റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം കോഴ്സിനെ കുറിച്ചും ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ അവസരം മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളും റെക്കോർഡ് ക്ലാസ്സുകളും ആപ്പും ഉപയോഗിച്ചുകൊണ്ട് അടുത്തൊരു റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളുടെ പേരും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.